എല്ലാവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ചിലവന്നൂരിലെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത്. കടവന്ത്രയിൽ നിന്ന് ചിലവന്നൂരിലേക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. കടവന്ത്രയിൽ നിന്ന് നമ്മൾ വൈറ്റിലേക്ക് പോകുന്ന വഴി കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ രണ്ടാമത്തെ യു ടേണിനോട് ചേർന്നുള്ള റൈറ്റിലോട്ടുള്ളൊരു വഴിയാണ് ചിലവന്നൂർ റോഡ് എന്ന് പറയുന്നത്. നമ്മൾ ആ ചിലവന്നൂർ റോഡ് കയറുക, ഉള്ളിലോട്ട് കുറച്ചധികം മുന്നോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കൊരു മറ്റൊരു വഴി കാണാൻ പറ്റും, ഒരു ബണ്ട് റോഡ്. അവിടെയാണ് ഈ വരുന്ന കാഴ്ചകളെല്ലാം ഉള്ളത്. ബണ്ട് റോഡ് കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു നല്ലൊരു വാക്ക് വേ കാണാൻ പറ്റും. അവിടെയാണ് ഈ ചീനവല ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന 2-3 സ്പോട്ടുകളുള്ളത്. അവിടെ കുറച്ചധികം മത്സ്യത്തൊഴിലാളികൾ ചീനവല ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നാടൻ മത്സ്യങ്ങളും ഫ്രഷ് മത്സ്യങ്ങളും ഉണക്ക മീനുകളും നാടൻ ഞണ്ടുകളും എല്ലാം ഇവിടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഈ വാക്ക് വേനോട് ചേർന്ന് തന്നെ അവിടെ നമുക്കൊരു 3-4-5 ഷോപ്പുകൾ കാണാം. ഈ കടകളിലാണ് നമുക്ക് ഈ പറയുന്ന നാടൻ മത്സ്യങ്ങളും ഞണ്ടുകളും ഉണക്കമീനുകളും എല്ലാം നമുക്കവിടെ കിട്ടുന്നത്. ചിലവന്നൂരിലെ ഈ വാക്വേനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം കാണാൻ നല്ല ഭംഗിയുള്ള പ്രദേശങ്ങളാണ് അവിടെ. ഇവിടെ 2 സൈഡും ഈ പറഞ്ഞ കായലാണത്. അതുകൂടാതെ തന്നെ ഈ ചീനവല ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതും എല്ലാം നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസം തോന്നുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഈവനിങ് ടൈമുകളിൽ ഇവിടെ വന്ന് ഈ വാക്വേയിൽ വന്ന് അവിടെ ഇരിക്കാനുള്ള പ്ലേസുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്ന് ഇരിക്കാറുണ്ട്. ഈവനിങ് ടൈമുകളിൽ ഒരുപാട് ആൾക്കാർ അതേപോലെ തന്നെ ഈവനിങ് വാക്കിനും എല്ലാം വരുന്നുണ്ടെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും കൊച്ചിയിലുള്ളതിൽ ഒരു നല്ലൊരു പ്രദേശമാണ് ഈ ഒരു ചിലവന്നൂർ. നല്ലൊരു സ്പോട്ടാണ് ഈ ഒരു ചിലവന്നൂർ. ഇവിടെ ഈ ഒരു ഏരിയയിൽ വെച്ച് ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകളും മറ്റ് ഫോട്ടോഷൂട്ടുകളെല്ലാം നടന്നിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ് ഈ ഒരു ചിലവന്നൂർ പ്രദേശം. ഇവിടെ ഇവർ ഈ ചീനവല ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് കാണാൻ നല്ല രസമാണത്. നമുക്കത് കണ്ടിരിക്കാൻ നല്ല തോന്നുന്നത്. ഒരുപാട് ആൾക്കാർ ഈവനിങ് ടൈമിൽ ഇവിടെ വന്നിരിക്കുന്നുണ്ട്, ഈ വാക്വേയിൽ ഇരിക്കുന്നുണ്ട്. ഈ വാക്വേയിൽ അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ പറയുന്ന കുറച്ച് ഷോപ്പുകൾ ഇവിടെ ഉള്ളത്. അതിലൊരു ഷോപ്പിലാണ് നമുക്ക് നാടൻ ഞണ്ട് അവിടെ കിട്ടുന്നത്. ആ ഷോപ്പിനോട് ചേർന്ന് തന്നെ അയാളുടെ കോൺടാക്ട് നമ്പർ എല്ലാം നമ്മൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ തന്നെ നമുക്ക് ഈ ഞണ്ടുകളെല്ലാം ബുക്ക് ചെയ്യാനും പറ്റും. ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇവിടെ ഈ ഒരു ഷോപ്പുകളിൽ നാടൻ ഞണ്ട് അവൈലബിൾ ആയിരിക്കും. ഇവിടെ ഈ ഒരു കടയിൽ ഞണ്ടിന് റേറ്റ് വരുന്നത് കിലോയ്ക്ക് 400 രൂപയാണ്. എങ്കിൽ പോലും 400 രൂപ ഒട്ടും കൂടുതലല്ല. നാടൻ ഞണ്ടാണ് നമുക്ക് ആ കടയിൽ നിന്ന് കിട്ടുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്കവിടെ 2-3 കടകളിൽ ഉണക്കമീൻ അവിടെ വിൽക്കുന്നത് കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു ഉണക്കമീനിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരിവിടെ നിന്ന് തന്നെ പിടിക്കുന്ന മീൻ കഴുകി ഉണക്കി വിൽക്കുന്നൊരു കടകളാണ് ഇതെല്ലാം. ഒരു 3-4-5 കടകൾ ഈ ഒരു റോഡിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് ആളുടെ കോൺടാക്ട് നമ്പർ. ഈ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പിടിക്കുന്ന ഫ്രഷ് മീനുകളോ ഞണ്ടുകളോ എല്ലാം നമുക്ക് ആ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എറണാകുളം ടൗണിലുള്ള ആളുകൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉണക്ക മീനുകളോ ഉണക്ക ചെമ്മീനോ അല്ലെങ്കിൽ നാടൻ ഞണ്ടോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചിലവന്നൂരുള്ള ഈ ഒരു ഷോപ്പുകളിൽ വന്നതിനാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.